എല്ലാവരും പറയുന്ന സഖാവ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാന്ന് പറയണേ. ഞങ്ങൾക്ക് പറയാൻ അങ്ങനെയല്ല പറയണേ. ഇന്ന് ജനിക്കുന്ന കുട്ടിക്കും നാളെ ജനിക്കാനിരുന്ന കുട്ടിക്കും പ്രചോദനവും വിപ്ലവീരും പകർന്ന കമ്മ്യൂണിസ്റ്റാണ് സഖാവ് വി എസ്. അങ്ങനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പിന്നെ ഈ നിൽക്കുന്നവരെല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റിന് ഒരു വിലയില്ലാതായി പോകില്ലേ? അതാ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ ഇന്ന് ജനിക്കുന്ന കുട്ടിക്കും നാളെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്കും കമ്മ്യൂണിസ്റ്റ് ആവാനുള്ള പ്രചോദനം കൊടുത്ത കമ്മ്യൂണിസ്റ്റാണ് സഖാവ് വി എസ്. അതുകൊണ്ട് ഞങ്ങൾ വി എസിന് പിന്നാലെ വന്നത്. അതാണ് നമ്മൾ പലയാവർത്തി വലിയ വിമർശനമൊക്കെ ആ പരാമർശങ്ങളെക്കുറിച്ച് ഉയർന്നിരുന്നു. വി എസിൻ്റെ വിടവാങ്ങലിനോടനുബന്ധിച്ച് തൊട്ടു പിന്നാലെ വന്ന പല പ്രതികരണങ്ങളും വി എസ് അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഇതാ പോകുന്നു എന്ന മട്ടിലായിരുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എത്ര ആളുകൾ ആ നേതൃത്വത്തിൻ്റെ പിന്നാലെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്നതാണ്, ഈ പ്രത്യയശാസ്ത്രത്തിലേക്ക് വന്നു എന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകും. ഒരിക്കലും അങ്ങനെയല്ല. വി എസ് അച്യുതാനന്ദൻ ഒരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുക അസാധ്യമാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. ഈ കാത്തു നിൽക്കുന്നവർ പറയുന്നത് ഒരിക്കലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇനി ജനിക്കാനിരിക്കുന്നവർക്കും അതിനുശേഷം ജനിക്കാനിരിക്കുന്നവർക്കും നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്നാണ്.